ദിവസം മുന്നേ എൻ്റെ ഒരു വീട്ടിൽ ഞാനിവിടെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞ് കുറച്ച് കറി വെക്കാൻ സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുതരാം, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു മീനാണോ ഇറച്ചിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കിഷ്ടമുള്ള വാങ്ങിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ബീഫ് കൂട്ടൂല, നിങ്ങൾക്ക് എന്താ വേണ്ടി പറയാം. പോലെ പറഞ്ഞാൽ 200 രൂപ കോഴി വാങ്ങിക്കുക. ഞാൻ 200 രൂപേൻ്റെ കോഴി വാങ്ങി ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ വിളിച്ചെന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, അപ്പം നിങ്ങളിങ്ങോട്ട് വന്നാൽ ഞങ്ങളെയും കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും, ഞങ്ങളെ തൊട്ട വീടിൻ്റെ അടുത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് വണ്ടി എവിടെയും താഴത്തെ ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. അല്ല പോലീസ് ഉണ്ട്, നിങ്ങളൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു എന്തായാലും ഉള്ളിൽ പോകണമെങ്കിൽ ഈ ഫ്രഷ് കട്ടിനല്ലേ ഞാൻ പോരാൻ തയ്യാറാണ്. ഞാൻ പോയി നോക്കുമ്പോൾ KCBൻ്റെ ആൾക്കാർ കറണ്ട് ബില്ലിൻ്റെ പീസ് ഊരാൻ വേണ്ടി വന്നതാണ്. അത്രയും പ്രശ്നമാണ് ഇവിടെ. ഇത് കാക്കി വസ്ത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ഉള്ളിൽ ലോങ്ങിൽ നിന്ന് നോക്കുന്നവർക്ക് കാക്കിട്ടോലെ കാണുമ്പോൾ പോലീസാണെന്നുള്ളൊരു ധാരണ പെണ്ണുങ്ങളിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലത്തെ സ്ഥിതി. അതുകൊണ്ട് ഒരു പേടി. നമ്മൾ സുപ്രഭാതത്തിൻ്റെ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് വീട്ടിൽ നിന്ന് ഈ സംഭവം അവതരിപ്പിക്കുന്ന കേട്ടപ്പോൾ നമുക്ക് തന്നെ ആകെ മാനസികമായിട്ട് വെച്ചാൽ രാത്രി ഈ വീടിന് ജനലില്ല, അവർക്ക് സാമ്പത്തികമായിട്ട് ആ വീട്ടിലുള്ള ആളാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതൊന്ന്. അപ്പോൾ രാത്രി കുട്ടികൾ 11 മണിക്കൊക്കെ എണീറ്റിട്ട് ശ്വാസം മുട്ടെന്ന് പറയുമ്പോൾ 2-3 തുണികൾ വെച്ചിട്ട് മുഖത്ത് കെട്ടിയിട്ട് മാസ്ക് അല്ലെങ്കിൽ തുണി മാസ്ക് വെച്ചാൽ കുട്ടികൾ അയച്ചാളല്ലോ, ഇത് കെട്ടി കൊടുത്തിട്ടാണ് രാത്രി ഉറങ്ങുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ ഈ മണത്തിൻ്റെ ഒരു ഭീതി വല്ലാത്തൊരു അവസ്ഥ എന്നുള്ളത്. കുട്ടികൾ അങ്ങനെ കരിയുക, എണീറ്റ് രാത്രി പിന്നെ സ്മെല്ല് വരുന്ന നേരം ഉറക്കം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഇത് ഇതേനെയും പിന്നെ ഈ പുഴയുടെ അടുത്തൂടെയൊക്കെ നിൽക്കുന്ന ആളുകൾ ഈ ഒരു തുള്ളിപ്പുഴ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ താഴെയാണ് ഞാനൊക്കെ ഇവിടുന്ന് താമസിക്കുന്നത്. അവിടെ നമ്മളൊരു ബന്ധുക്കളെ വീട്ടിൽ ചുമ, പിന്നെ ഈ വലിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നിത്യം വലിക്കണം. പിന്നെ കുട്ടികൾക്ക് ചൊറിച്ചിൽ, ഇങ്ങനെ കുരുകളായിട്ട് വരിക. അവരൊക്കെ നിത്യം പുഴ യൂസ് ചെയ്യുന്നല്ലോ, ഇപ്പം ആരും പുഴയിൽ ഇറങ്ങുന്നില്ല. അങ്ങനെ എല്ലാ വിധത്തിലും വലിയൊരു പ്രയാസത്തിലാണ്. ഫ്രഷ് കട്ട് വിരുദ്ധ സമരം നടക്കുന്ന താമരശ്ശേരിയിലെ അമ്പലമുക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ അമ്പലമുക്ക് എന്ന് പറയുന്ന പ്രദേശം തൊട്ടടുത്ത കൂടത്തായി, ചുടലമുക്ക്, അത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാമായി ഏകദേശം 300ഓളം പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ഭീഷണിയാൽ അവർ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. ഇവിടെ അനിശ്ചിതകാല സമരം 20ാം ദിവസം എത്തി നിൽക്കുമ്പോൾ സുപ്രഭാതം ദിനപത്രം ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും CEO മുസ്തഫ മാസ്റ്ററുടെയും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും കോഴിക്കോട് ബ്യൂറോ ചീഫുമായ EP മുഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സുപ്രഭാതം ഭാവിയിൽ ഇവർക്ക് ഏത് തരത്തിലാണ് സഹായകമാകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയും ഇന്നത്തെ 20ാം ദിവസം ഇവിടെ എത്തി നിൽക്കുകയാണ്. ഈ പ്രദേശത്ത് കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എനിക്ക് ഈ ഒരു പ്രദേശത്ത് ആളുകളില്ല, കുട്ടികളൊന്നും സ്കൂളുകളിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് തരത്തിൽ ഈ നാട്ടുകാർ, ഇവിടെ ഒരു ബോർഡ് കാണാം, ഫ്രഷ് കട്ട് കമ്പനിക്കെതിരെയുള്ള ഇരകളാക്കപ്പെട്ട ദുരന്തമനുഭവിക്കുന്ന ഞങ്ങളുടെ ന്യായമായ സമരത്തിൽ നീതി വാങ്ങിത്തരാൻ തയ്യാറാവാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരേണ്ടതില്ല, ഫ്രഷ് കട്ട് ഇരകൾ എന്നാണ്. പക്ഷേ ഈ ബോർഡും തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന സമരപ്പന്തലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിവർ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അതോടൊപ്പം ഇതാരാണ് വെച്ചത് എന്നറിയില്ല. വോട്ട് ചോദിക്കാം. ഈ സമരസമിതിയുടെ ചെയർമാൻ തന്നെ ഈ വാർഡിൽ മെമ്പറായി മത്സരിക്കുന്ന ആളാണ് ബാബു കുടുക്കൽ. അദ്ദേഹം ഒളിവിലാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരികയാണ്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഇവരുടെ ഈ ഒരു സമരപ്പന്തൽ എന്ന് പറയുന്നത്. 20ാം ദിവസവും സമരത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി ആളുകളൊക്കെ ഇവിടെയുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, സമരസമിതിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സമരസമിതി ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ വന്നു ചേരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സമരത്തിൻ്റെ ഒരു അവസ്ഥ. നമുക്ക് ആദ്യം സുപ്രഭാതത്തിൻ്റെ CEO തന്നെയുണ്ട്, മുസ്തഫ മാഷ്. ഇന്ന് സുപ്രഭാതം എന്താണ് ഇത്തരമൊരു സമരപന്തലിലേക്ക് ഇറങ്ങി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കാരണം എന്താണ്? സുപ്രഭാതത്തിൻ്റെ പോളിസിയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന വിഷയമാണ് ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ. അതായത് പ്രാന്തവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടണമെന്നത് സുപ്രഭാതത്തിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് കട്ട് സമരം ഉണ്ടായ സമയത്ത് തന്നെ നമ്മളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുകയും വാർത്തയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുരുതരമായ ഒരവസ്ഥ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഒരു സമരം സ്വാഭാവികമാണ്, സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരം. പക്ഷേ ഇതൊരു ഒരു നിലക്ക് കേവലം ഒരു ഫാക്ടറിയുടെ സമരം എന്ന മാനത്തിൽ നിന്നുകൊണ്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, അത് മലിനീകരണം കൊണ്ട് മാത്രമല്ല, അതായത് സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ഭീതികരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് വളരെ ഗൗരവമാണ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ സുപ്രഭാതം ഇത് പെടുത്താൻ പോവുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ശ്രദ്ധയിലേക്ക് നമ്മളിത് പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ യാഥാർത്ഥ്യ വസ്തുത ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, കലക്ടർ മുതൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ ഇത് മനസ്സിലാക്കണം. കാരണം ഈ ഫ്രഷ് കട്ട് സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പക്ഷേ അത് കുറച്ച് വൈകാരികമായി കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ തന്നെയും അതിനോട് സ്വീകരിക്കേണ്ട സമീപനം ഇതായിരുന്നില്ല. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, മദ്രസയിൽ പോകുന്നില്ല. കാരണം കുട്ടികൾ ഭീതിയിലാണ്. അതുണ്ടാക്കുന്ന കുട്ടികളുടെ മനസ്സിനകത്തുണ്ടാക്കുന്ന ആ ഭീതി തന്നെ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് പോലും നിമിത്തമാകുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ കേവലം ഒരു ഫാക്ടറിയുടെ വിഷയമെന്ന തലത്തിലല്ലാതെ തന്നെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. പോലീസിൻ്റെ ഈ നരനായാട്ടം അവസാനിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ താമസിക്കാനുള്ള സൗകര്യം അടിയന്തരമായി സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരു പത്രം എന്ന നിലയ്ക്ക് നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മളെ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പം സമരസമിതിയുടെ ഭാരവാഹികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു നാടിൻ്റെ ഒരു ചിത്രം എന്ന് പറയാമോ? നമ്മുടെ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ ശുദ്ധജലവും ശുദ്ധവായുവും മലിനമാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നീതി നിഷേധത്തിനെതിരായിട്ട് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ സമാധാനപരമായി ജനാധിപത്യപരമായി സമരം ചെയ്തതിൻ്റെ പരിണിതഫലമായി കള്ളക്കേസുകൾ കുടുക്കി നമ്മുടെ പ്രദേശത്തെ യുവാക്കളെയും ഗൃഹനാഥന്മാരെയും ഒക്കെ ഒളിവിലും തടവിലുമാക്കിയ പരിസ്ഥിതിയിൽ നമ്മുടെ പ്രദേശം എത്ര പേര് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേരാണ് ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറസ്റ്റ് ചെയ്ത് ഏകദേശം 20 ആളേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ 8 ആളേറ്റ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പിന്നീട് വീണ്ടും കേസിൽ കുടുക്കി പുതിയ തലത്തിലേക്ക് കേസിൽ കുടുക്കിക്കൊണ്ട് വീണ്ടും ലോക്കപ്പിലാക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പിന്നെ ഇനി 300 ആളെ പേരിലിട്ടാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 300 ആളുകൾ ആരാണ് എന്ന് ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, പോലീസിന്റെ അറസ്റ്റ് ഭയന്നുകൊണ്ട് തങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതി വീട് മാറി നിൽക്കുന്ന ആളുകളുണ്ടോ? അങ്ങനെയെങ്കിൽ അത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഇവരൊക്കെ നിരപരാധികളാണ്. ഈ മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ നിരപരാധികളാണ്. പക്ഷെ ആരാണ് ഏത് കള്ളക്കേസിൽ കുടുക്കിയത് ഉള്ളത് ആർക്കും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് പ്രദേശത്തു നിന്നും വീടും കുടുംബവും വിട്ട് മാറി കഴിയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു ലിസ്റ്റ് ആരും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇവിടെ നിന്ന് മാറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 300 ആളുകൾ, അല്ലെങ്കിൽ എത്ര പേർക്കെതിരെയാണ് കേസ് എന്നോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ കേസിലുള്ളത് എന്നോ. ഇനി ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് നേരെ മുൻകൂർ ജാമ്യം അപേക്ഷിക്കുമ്പോൾ രണ്ടാമതും മൂന്നാമതും മറ്റ് വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് അവരെ നാട്ടിലേക്ക് കാലുകുത്താൻ കഴിയാതെ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം നടക്കുന്ന ഒരു സമയമാണ്, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് ഈ നാട്ടിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ. വോട്ട് ചെയ്യേണ്ട ആളുകളാണ് ഈ 300 ആളുകൾ. ഈ 300 എന്ന് പറയുന്നത് വിവിധ വാർഡുകളിലുള്ള ആളുകളായിരിക്കണം. ഇവരൊക്കെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ജനാധിപത്യമായിരിക്കും നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുക എന്നത് നമുക്ക് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ജനാധിപത്യത്തിൻ്റെ നല്ല നിലനിൽപ്പിനും അത് അനിവാര്യമാണ്. ഈ സമരത്തെ ഇനി ഏത് തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഈ സമരം 6 വർഷമായിട്ട് 2019 മുതൽ തുടങ്ങിയ സമരമാണ്. ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ മാത്രമാണ് ഈ സമരസമിതി ചെയ്തിട്ടുള്ളൂ. ഇനി ഇപ്പോൾ കഴിഞ്ഞ 21-ാം തീയതി തുടങ്ങിയുള്ള അനിഷ്ട സംഭവങ്ങൾ വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രശ്നം, ഈ മലിനീകരണ പ്രശ്നം, ഈ കുടിവെള്ള പ്രശ്നം പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിന് ശാശ്വത പരിഹാരം കാണണം. ഈ ഫാക്ടറി ഇവിടെ അടച്ചുപൂട്ടുന്നിടം വരെ വളരെ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സമരമുഖത്താണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒരു സമരമുഖത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി 6 വർഷമായിട്ട് ദുരിതം നിങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ പോലീസ് കൊണ്ടോ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളും ഭീഷണികളും ഇവിടെ നിലനിൽക്കുന്നു. ഇതിനൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നത് പുരുഷന്മാർ പലരും പല വീടുകളിലും ഇല്ലാത്തൊരു സാഹചര്യം, ലോണ് അടക്കാൻ പറ്റാത്ത, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം, തൊഴിലെടുക്കാൻ പറ്റാത്ത സാഹചര്യം, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, കറണ്ട് ബില്ല്, അങ്ങനെ പല ജാതി പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഞങ്ങൾ ഇതിപ്പോൾ ഞങ്ങൾ സന്നദ്ധ സംഘടനകൾ കുറേ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. കുറേയൊക്കെ
ബാക്കിയുള്ള ഒരു നേരം വെക്കും ഒരു നേരം വെക്കില്ല, ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കുട്ടികൾ പകുതി പേര് സ്കൂളിൽ പോകാറില്ല, പകുതി ദിവസം പോയാൽ പകുതി ദിവസം പോകലില്ല. അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് ഇവർ പറയുന്നില്ല. ആരൊക്കെയാണ് പ്രതികളെന്നറിയില്ല, ആരൊക്കെയാണ് ഒളിവിൽ കഴിയേണ്ടതെന്നറിയില്ല. ആർക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇവരെന്തുകൊണ്ടാണ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേര് പറയാത്തത്? എന്തുകൊണ്ടാണ് ഇവർ കുറ്റപത്രം സമർപ്പിക്കാതെ ഇത് ഇത്രയും ജനങ്ങളെ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വോട്ട് ചെയ്യില്ല എന്നൊരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ വോട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടോ? വോട്ട് ചെയ്യണം. വോട്ട് നോക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചുള്ള തീരുമാനം എടുക്കും. ഇത്രയും വലിയ വെള്ളക്കെട്ടിൽ ഞങ്ങൾ വന്ന് ഇരിക്കുകയാണ്, സമരം ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യും. ഞങ്ങൾ ശുദ്ധ വായുവിനും ശുദ്ധ ജലത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും വലിയ വെള്ളക്കെട്ടിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എത്ര ചൂടായാലും എത്ര മഴയായാലും എത്ര ഇടിയായാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യാൻ തയ്യാറാണ്. എന്താണ് സമരം ചെയ്യാൻ തന്നെ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും സമരം അതിശക്തമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. വേറെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നിന്ന് എടുക്കുന്നുണ്ട്. നീതി കിട്ടും വരെ ഒളിവിൽ കയ്യിൽ നിന്ന് പുറത്തിറങ്ങണം, പിന്നെ ജയിലിൽ അടിച്ചപ്പോഴേക്ക് ജാമ്യം വേണം. എല്ലാം ഞങ്ങൾക്ക് ആവശ്യങ്ങൾ തന്നെ. ഇവിടുത്തെ ഉമ്മമാരുടെയൊക്കെ ആ ഒരു നിശ്ചയദാർഢ്യം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സമരം വിജയം വരെ സമരം ചെയ്യും എന്നതാണ് ഇവരുടെ ഒരു തീരുമാനം. ഒരു പ്രദേശത്തിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി ഞങ്ങളുടെ ഈ സമരപന്തൽ സന്ദർശിക്കുകയും ഞങ്ങളോടൊപ്പം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന എല്ലാ സുപ്രഭ എന്ന വാർത്താമാധ്യമത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഓക്കെ, ഇവിടുത്തെ യുവാക്കളുടെ ഒരു പ്രശ്നം, യുവാക്കളാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും യുവാക്കളൊക്കെ എന്താണ്, നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ ആളുകളെ, അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടോ? മക്കളെ നമുക്ക് ബന്ധപ്പെടാനുള്ള യാതൊരു അവസരവുമില്ല. എല്ലാവരെയും ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് ഇപ്പോൾ 22 ദിവസം പോലെ ജയിലിൽ കഴിയുന്നുണ്ട്. ഓരോ ജാമ്യം കൊടുക്കുമ്പോൾ വീണ്ടും ഒരു കേസ് ചേർത്തി ഇവരെ വെറുതെ ജയിലിൽ അകപ്പെടുത്തി ഒരു ദുരിതം നാട്ടിൽ എല്ലാ വീടുകളിലും പ്രയാസവും. നമ്മളൊക്കെ വീട് സന്ദർശിക്കുമ്പോൾ ഓരോ വീട്ടിൽ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്, നാഥന്മാർ ഒളിവിലാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാവല് നിർബന്ധമായി. ഇത് പ്രത്യേകിച്ച് ഈ ഒരു നാടിനെ വേറെ ഏതെങ്കിലും തരത്തിൽ ലക്ഷ്യം വെക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം ഈ ലോകത്തുള്ള ഒരു സമരത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഇവിടെ കാണുന്നത്. അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ ഈ സമരത്തിൽ ഉണ്ടായത്. ഈ സമരം വളരെ ശാന്തമായി ഒരു 6 വർഷം പോലെയായി ഈ സമരം നടക്കുന്നത്. ഒരു പ്രകോപനമോ പോലീസുമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ അന്ന് വൈകുന്നേരം വരെ പോയ സമരമാണ്. പെട്ടെന്നാണ് IG വരുന്നത്, SP വരുന്നത്, അവിടെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, ഒരുപാട് ആളുകളെ പ്രതികളാക്കുന്നത്. പ്രസ് കട്ട് കത്തിച്ചതിന്റെ പ്രതികളെ ഇതുവരെ പിടിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കത്തിച്ചത് ആ പ്രസ് കട്ട് ഉടമകൾ തന്നെയാണ്. അവർ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ട് ഈ സമരത്തെ അടിച്ചമർത്തുക. ഈ സമരം ഞങ്ങൾ മരിച്ചാലും ഈ പ്രസ് കട്ട് കൂട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോകും. ഭക്ഷണം കഴിക്കുന്നത് ഉണക്കമീൻ അടുപ്പിലിട്ടിട്ടാ. അത്ര അടുത്താ നമ്മുടെ അടുത്തൊരു 150 മീറ്ററേ ഉള്ളൂ ഈ സ്ഥാപനം. പുഴ 40 മീറ്റർ, പിന്നെ ഒരു 100 മീറ്റർ നമ്മുടെ പൊരയും, അത്രേ ഉള്ളൂ. അതിന്റെ അടുത്താണ് ഞങ്ങളെ ഇതിലോട്ട്. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ നിൽക്കാനാവൂല. ഉണക്കമീൻ അടുപ്പിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അത്ര ത്യാഗത്തേക്ക് ഞങ്ങൾ. എന്നിട്ട് പോലും ഒരു കൊലുക്കോ ഇല്ല ഉദ്യോഗസ്ഥന്മാർക്ക്. അങ്ങനെയാണ് ഞങ്ങളെ കഷ്ടപ്പാട്. ഇപ്പം നമ്മൾ ഈ ഒരു സമര പന്തലിൽ സന്ദർശനം നടത്തി. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ ഒരുപാട് സമര വേദികൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ നിൽക്കുമ്പോൾ, ഈ ഒരു ഫ്രഷ് കട്ട് സമര പന്തലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബോധ്യമായിട്ടുള്ളത്? നമ്മൾ ഈ സമരത്തെ കാണേണ്ടത് ഇത് നാട്ടുകാരുടെ ഒരു അതിജീവന സമരമാണ്. ഇപ്പോൾ പോലീസും ഭരണകൂടമൊക്കെ പ്രചരിക്കുന്നത് പോലെ ഇതൊരു വലിയ ഒരു ഭീകരവാദികളുടെ ഒരു പ്രതിഷേധമോ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഒന്നുമല്ല. ഇത് വളരെ പാവപ്പെട്ട സാധാരണക്കാരായ വീട്ടമ്മമാർ, നാട്ടുകാർ, അവരുടെ ഒരു അതിജീവന സമരമാണ്. അതാണ് ഇവിടെ കാണുന്നത്. എല്ലാ ദിവസവും അവർ സമര പന്തലിൽ വരുന്നു, കൃത്യമായി പിന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പോകുന്നു. യഥാർത്ഥത്തിൽ അതെ, ഈ പോലീസിന്റെ പല വാദങ്ങളുണ്ട്. കാരണം ജാമ്യം, ഒന്നിനുമേൽ ജാമ്യം കൊടുക്കാതിരിക്കുക, ഇതൊരു കമ്പനിയിലെ ഒരു അക്രമം നടന്നു, അതാരാണെന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ ഒരു ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം പോലെ പോലീസ് ഇതിനെ മാറ്റുന്നതിന് പിറകിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? കേരളത്തിൽ നിന്നല്ല, നമുക്ക് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത്തരം സമരങ്ങൾ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അതേ രീതി തന്നെയാണ് ഇവിടെയും പോലീസ് എടുക്കുന്നത്. നാട്ടുകാരെ ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഭീതിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കുറേ പേര് ഇതിൽ നിന്ന് പിന്മാറിപ്പോകുമെന്ന്
പോലീസും ഭരണകൂടവും കരുതുന്നു. ആ ഒരു ലക്ഷ്യവുമായാണ് ആളുകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ വലിയ തോതിൽ കേസെടുത്ത് പേടിപ്പിക്കുന്നു. അത് ആളുകളെ പരമാവധി ഈ സമരത്തിൽ നിന്നും പിന്മാറ്റുക എന്ന ഒരു ഗൂഢലക്ഷ്യവുമാണ് ഇത്തരം ഒരു രീതി നടപ്പാക്കുന്നത്. ഒരു കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് പരമാവധി കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ അത് ബോധ്യമാവും. കാരണം സാധാരണഗതിയിൽ നാട്ടുകാരുടെ കൂടെ നിൽക്കേണ്ട ജില്ലാ ഭരണകൂടം പോലും കമ്പനിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഇവിടെ വിഷയമുണ്ടായതിനു ശേഷം ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത ഒരു സർവകക്ഷി യോഗമുണ്ട്. ആ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് പിന്നീട് പുറത്തേക്ക് വന്നത് കൃത്യമായിട്ട് ആ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടല്ല, കമ്പനിക്ക് വേണ്ടിയാണ് സത്യത്തിൽ അന്നത്തെ ആ ഒരു തീരുമാനം പോലും ഉണ്ടായിരിക്കുന്നത്. പലതും അന്നത്തെ യോഗത്തിൽ വിവിധ ആളുകൾ ഉന്നയിച്ച കാര്യങ്ങൾ പോലും മുഖവിലക്കെടുക്കാത്തൊരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിരോധനാജ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു സമരവുമായി നാട്ടുകാർ മുന്നോട്ട് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീതിപ്പെടുത്തൽ കൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന നിശ്ചയദാർഢ്യത്തിൽ ഒരു ജനത നിൽക്കുമ്പോൾ അവരെ പേടിപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമവും ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. അതിൽ തന്നെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു നിയമ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും വിശേഷം. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഒരു 300ഓളം ആളുകൾ ഒളിവിലേക്ക് പോവാണ് ഈ കൂടത്തായിലെയും അല്ലെങ്കിൽ ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട്. ഇവർക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു കൊലപാതകം കൂടി ഈ നാട്ടുകാരെ ഈ ഭാഗത്തുനിന്ന് നടക്കുന്നില്ലേ? സത്യത്തിൽ അതുകൂടി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ ഗൗരവത്തിൽ കാണാൻ നമ്മളിപ്പോൾ SIR പ്രക്രിയ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. SIRൻ്റെ ഫോം അടുത്ത ദിവസം തന്നെ നിർബന്ധമായിട്ടും തിരിച്ചേൽപ്പിക്കണമെന്നുള്ള വളരെ നിർദ്ദേശങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല വീടുകളിലും ഗൃഹനാഥന്മാരില്ലാത്തൊരവസ്ഥയുണ്ട്, പല വീടുകളിൽ ആളില്ല. അപ്പോൾ ഇവരെങ്ങനെ ഇവരുടെ SIR ഫോം തിരിച്ചേൽപ്പിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. രണ്ടാമത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ ആളുകൾക്ക് ഒന്നാമത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം നഷ്ടമാവുന്നു. രണ്ട്, അവർ പലരും ഈ ലോക്കൽ ബോഡിയിലേക്ക് മത്സരിക്കേണ്ട ആളുകളായിരുന്നു. പലർക്കും കൃത്യമായിട്ട് നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ സമരസമിതിയുടെ പ്രധാനപ്പെട്ട നേതാവിന് നേരിട്ട് എത്തി പിന്നെ നോമിനേഷൻ നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും EP പറഞ്ഞ ആ കാര്യം SIRൻ്റെതും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും ഒക്കെ ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിഷേധം തന്നെയാണ്, നീതി നിഷേധം തന്നെയാണ്. ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ആളുകളും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് സുപ്രഭാതത്തിന് മുന്നോട്ട് വെക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ സമരവും സമരപന്തലും ഈ നാടുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകളും അന്വേഷണങ്ങളും സുപ്രഭാതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് അവസാനിക്കും.